ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടപ്പുറം കോട്ടയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിന് തെക്ക് ഭാഗത്തുള്ള പെരിയാറിൻ്റെ നദീതീരത്തുള്ള കോട്ടയാണ്. യൂറോപ്യന്മാർ സ്ഥാപിച്ചൊരു കോട്ടയാണ്. അവ കോട്ടയിലെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു. ഓട്ടോ യാത്രയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്രാങ്കന്നൂർ കോട്ട എന്നും ഈ കോട്ട തന്നെ അറിയപ്പെടും കേട്ടോ. കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാർ AD 1523 നിർമ്മിച്ചു. 1662 ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു. നമ്മൾ കോട്ടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു കൂറ്റം മരമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുമതിയോടെ തിരുവിതാംകൂർ കോട്ട വിലയ്ക്ക് വാങ്ങി. 1759 ടിപ്പു സുൽത്താൻ ഈ കോട്ട ആക്രമിച്ച് തകർത്തു. 1909 തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് ഇതൊരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 2009 സംസ്ഥാന പുരാവസ്തു വകുപ്പ് അവിടെ പര്യവേഷണം ആരംഭിച്ചു. അപ്പോൾ ടിപ്പുവിൻ്റെ കാലത്ത് തകർക്കപ്പെട്ട കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ കോട്ടയുടെ അകത്ത് നിന്ന് 3 അസ്ഥികൂടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതിലൊരു അസ്ഥികൂടമാണ് ഈ ബോക്സിൽ. നമുക്ക് മുകളിൽ നിന്ന് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ കാണാം ആ അസ്ഥികൂടം. കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ. അത് ഇവിടെ തന്നെ വച്ചിട്ടുണ്ട്. വലിയ മതിൽക്കെട്ടുകളാണ് ഈ കാണുന്നത്. അതിനിടയ്ക്കിടയ്ക്ക് ഒരു ഹോളുകളുണ്ട്. നല്ല ഹൈറ്റിലാണ് അത് പണിതിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതേ ഈ കോട്ടയുടെ വലിയ മതിൽക്കെട്ടിൻ്റെ അടുത്താണ്. ഈ മതിൽക്കെട്ടിൻ്റെ കുറച്ച് ഭാഗമാണ് ഇവിടെ ഉള്ളൂ. അവിടെ ഇവിടെ ആയിട്ട് ബാക്കിയുള്ളതൊക്കെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ടിപ്പു സുൽത്താൻ തകർത്തു എന്ന് പറയപ്പെടുന്ന ഈ കോട്ടയുടെ മതിലിൻ്റെ ഈ ഭാഗം കണ്ടാൽ മനസ്സിലാകും പഴയകാലത്തെ നിർമ്മിതിയുടെ മനോഹാരിത. ഈ കോട്ടയുടെ ചുറ്റും പെരിയാർ നദിയാണ്. അതുകൊണ്ട് തന്നെ സമുദ്ര വ്യാപാരത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു ഈ കോട്ട. നമ്മൾ കാണുന്ന ഈ തറയിലാണ് കുറ്റവാളികളെ തൂക്കിലേറ്റുന്ന തൂക്കുമരം ഉണ്ടായിരുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച ഈ തൂക്കുമരം കുറച്ചു കാലം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് നശിച്ചു പോയതാണ്. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ചുമരുകളാണിത്. പണ്ടത്തെ സുർക്കി മിശ്രിതത്തിൽ പണിതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നശിക്കാതെ നിലനിൽക്കുന്നു. ഇത് ചെറിയൊരു മുറിയാണ്. ഇതിലിറങ്ങിയിട്ട് കയറിപ്പോരുക അത്ര എളുപ്പമല്ല. തകർക്കപ്പെട്ട ഈ കോട്ടയുടെ തറ കണ്ടാൽ ഇതിൻ്റെ ഉറപ്പ് മനസ്സിലാകും. എത്രടി താഴ്ചയിലാണ് ചെങ്കല്ല് കൊണ്ട് ഇത് പണിതിരിക്കുന്നതെന്ന്. ഇത് ചരിത്ര ഗവേഷകർ ഇവിടെ ഉദ്ഖനനം നടത്തിയപ്പോൾ കിട്ടിയ ഫോട്ടോകളും ആണ് ഇപ്പോൾ ഇവിടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നത്. ആ ഖനനത്തിൻ്റെ സമയത്തുള്ള അസ്ഥികൂടങ്ങളുടെയും ഒക്കെ ഫോട്ടോ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കോട്ട മഴയും വെയിലും ഏൽക്കാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പന്തലിട്ടിരിക്കുന്നത്. ഈ കോട്ടപ്പുറം കോട്ടേനെ വലയം ചെയ്തുകൊണ്ടാണ് പെരിയാർ നദി ഒഴുകണേ. അപ്പോൾ ശത്രുക്കൾ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും കാണാവുന്ന ഒരു സ്ഥിതിയിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. എന്തായാലും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ക്രാങ്കന്നൂർ കോട്ട എന്നറിയപ്പെടുന്ന പെരിയാറിൻ്റെ തീരത്തുള്ള ഈ കോട്ടപ്പുറം കോട്ട.
ഇത് നമ്മളെ കോട്ടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന അതിർത്തി കല്ലാണ്. കൊച്ചി തിരുവിതാംകൂർ രണ്ടും വേർതിരിക്കുന്ന അതിർത്തി കല്ല്. ഒരു സൈഡ് കൊച്ചിയും ഒരു സൈഡ് തിരുവിതാംകൂർ. കോട്ടപ്പുറം കോട്ടയിലെ ഇന്നത്തെ കാഴ്ചകൾ മതിയാക്കി ഓട്ടോ യാത്ര തിരിച്ചു പോരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.